ഹായ് ഓൾ, ഇന്ന് നമ്മൾ SLC കെമിസ്ട്രിയിലത്തെ നെക്സ്റ്റ് 4 ചാപ്റ്റേഴ്സ് ആയ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, കമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം, കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കമ്പൗണ്ട്സ് എന്ന 4 ചാപ്റ്റേഴ്സിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡു വാച്ച് ദാറ്റ് ആൻഡ് ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക, കാരണം ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് പറയുന്ന സമയത്ത് ദ ഫസ്റ്റ് തിങ് ദറ്റ് കംസ് ടു ദ മൈൻഡ് ഇസ് മെറ്റലർജി. എന്താണ് മെറ്റലർജി? ഓൾ പ്രോസസ് ലീഡിങ് ടു സെപ്പറേഷൻ ഓഫ് എ പ്യുവർ മെറ്റൽ. അതിൻ്റെ ഓറിൽ നിന്ന് നമ്മൾ പ്യുവർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ ഫുൾ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്താണ്? ഇറ്റ് ഈസ് മെറ്റലർജി. സോ മെറ്റലർജിയിൽ നമുക്ക് പഠിക്കുന്ന ഫസ്റ്റ് പഠിക്കുന്ന രണ്ട് ടേംസാണ് മിനറലും ഓറും. അപ്പോൾ വാട്ട് ഇസ് മിനറൽ? മെറ്റാലിക് കമ്പൗണ്ട്സ് ജനറലി സീൻ ഇൻ ദ എർത്ത് ക്രസ്റ്റ്. അത് ഏത് കമ്പൗണ്ടും ആവാം. മെറ്റാലിക് കമ്പൗണ്ട്, അത് മെറ്റാലിക് ഓക്സൈഡ്സ് ആവാം, കാർബണേറ്റ്സ് ആവാം, ഇതിനൊക്കെ വിളിക്കുന്ന പേര് എന്താണ്? മിനറൽ. പക്ഷേ എല്ലാ മിനറൽസിനും നമുക്ക് ആ പറയുന്ന മെറ്റൽ നമുക്ക് എക്കണോമിക്കലി അധികം ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് അതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏത് മിനറലിനാണോ നമുക്ക് ആ മെറ്റലിനെ ഈസിലി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റാച്ച അതിനെ നമ്മൾ ഓർ എന്ന് വിളിക്കാം. അപ്പോൾ എല്ലാ ഓറും മിനറലാണ്, പക്ഷേ എല്ലാ മിനറൽസും ഓറല്ല. സോ ആ മിനറൽ ഫ്രം വിച്ച് നമുക്ക് മെറ്റലിനെ എക്കണോമിക്കലി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് എ ഓർ. സോ സം എക്സാമ്പിൾസ് ആ ഇപ്പോൾ അലുമിനിയം മെറ്റൽ ആണെങ്കിൽ അതിൻ്റെ ഓർ ബോക്സൈറ്റ് ആണ്. അതിൻ്റെ കെമിക്കൽ ഫോർമുല ഇസ് Al2O3.2H2O. ഇപ്പോൾ അയൺ ആണെങ്കിൽ നമുക്ക് ഹെമറ്റൈറ്റും ഉണ്ട്, മാഗ്നറ്റൈറ്റും ഉണ്ട്, ദാറ്റ് ഇസ് Fe2O3 ആൻഡ് Fe3O4. കോപ്പർ ആണെങ്കിൽ നമുക്ക് കോപ്പർ പൈറൈറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് CuFeS2 ആൻഡ് ക്യുപ്രൈറ്റും ഉണ്ട്. ക്യുപ്രൈറ്റ് എന്ന് പറയുന്നത് Cu2O. സിങ്ക് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, സിങ്ക് ബ്ലെൻഡും ഉണ്ട്, ദാറ്റ് ഇസ് ZnS, ആൻഡ് കെലമൈൻ, ദാറ്റ് ഇസ് ZnCO3, അതായത് സിങ്ക് കാർബണേറ്റ്. സോ എന്താണ് സ്റ്റെപ്സ് ഇൻ മെറ്റലർജി? ഇറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അതായത് ഈ പറയുന്ന ഓറിലത്തെ ഗാങ്ക് എന്ന് പറയുന്ന ഇംപ്യൂരിറ്റീസിൻ്റെ റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിപ്പോൾ വല്ല സൾഫൈഡോ കാർബണേറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ അതിനെ ഓക്സൈഡ് കൺവേർട്ട് ചെയ്യുക. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. ആ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്തിട്ട് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുക. പിന്നീട് ആ മെറ്റലിനെ പ്യുവർ ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ റിഫൈൻ ചെയ്യാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ? പ്രോസസ് ഓഫ് റിമൂവിങ് ദി ഇംപ്യൂരിറ്റീസ്. ഇംപ്യൂരിറ്റീസിന് വിളിക്കുന്ന പേരാണ് ഗാങ്ക് ഫ്രം ദി ഓർ ഒബ്റ്റെയിൻ ഫ്രം ദ എർത്ത് ക്രസ്റ്റ്. നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സിന് ലെവിഗേഷൻ ഉണ്ട്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ് ഉണ്ട്. ലെവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത്, ഇൻ ലെവിഗേഷൻ അഥവാ നമ്മുടെ ഹൈഡ്രോളിക് വാഷിങ്ങിൽ ഇംപ്യൂരിറ്റി ലോ വെയിറ്റ് ആവും, അധികം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ലെവിഗേഷൻ അഥവാ നമ്മൾ ഈ ഇംപ്യൂരിറ്റി അതേപോലെ മെറ്റൽ നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യും. ആ സമയത്ത് വെയിറ്റ് ഇല്ലാത്ത ഈ പറയുന്ന ഇംപ്യൂരിറ്റീസ് നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും. നെക്സ്റ്റ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഇംപ്യൂരിറ്റീസ് നല്ലോണം വെയിറ്റ് ഉണ്ട്, ഹെവി ഇംപ്യൂരിറ്റീസ് ആണ്. സോ ഇവിടെ നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്യും. ഇത് പൊതുവേ സൾഫൈഡ് റോസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാഗ്നറ്റിക് ആണെങ്കിൽ, അതായത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടിന്നിൻ്റെ ഒക്കെ ഇപ്പോൾ SnO3 ടിൻ ഓക്സൈഡൊക്കെ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ലീച്ചിങ്. ലീച്ചിങ് നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള സോൾവെൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തും. അപ്പോൾ അതിൽ ഇൻസോൾബിൾ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബോക്സൈറ്റ്, അലുമിനിയത്തിൻ്റെ ബോക്സൈറ്റ് ഓറ് നമുക്ക് ലീച്ചിങ്ങിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. അതിൽ നമുക്ക് രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം ഈ പറയുന്ന കോൺസെൻട്രേറ്റഡ് ഓർ, അത് കാർബണേറ്റ്സ് ആവാം, സൾഫൈഡ്സ് ആവാം, അതൊക്കെ നമ്മൾ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നീട് ഈ ഓക്സൈഡ് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യും. സോ ഈ കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ടു ഓക്സൈഡ് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് കാൽസിനേഷൻ. കാൽസിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ കാർബണേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് ഓസിലാണ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ആബ്സെൻസ് ഓഫ് എയർ, ആ കണ്ടീഷനിലാണ് ബേൺ ചെയ്യുക അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റോസ്റ്റിംഗ്. റോസ്റ്റിങ്ങിൽ നമ്മൾ സൾഫൈഡ് ഓർസാണ് പൊതുവേ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഈ റോസ്റ്റിംഗ് എന്നൊരു മെത്തേഡിൽ നമ്മൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് എയറിൽ നമ്മൾ ബിലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന കോൺസെൻട്രേറ്റഡ് ഓറിന് നമ്മൾ ഹീറ്റ് ചെയ്യും. സോ എന്താണ് രണ്ട് ഓപ്ഷൻസ്? എന്താണ്? നമുക്ക് കാൽസിനേഷൻ ഉണ്ട്, റോസ്റ്റിംഗ് ഉണ്ട്. ആൻഡ് വൺസ് ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമ്മൾ ആ ഓറിനെ ഓക്സൈഡ് ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മൾ സൂട്ടബിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം ഇങ്ങനത്തെ മെറ്റൽസൊക്കെ
വളരെ റിയാക്റ്റീവാണ്. അപ്പോൾ നമുക്കിതിനെ വേറൊരു മെറ്റലോ അല്ലെങ്കിൽ വേറൊരു കമ്പൗണ്ട് യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാൻ പാടായതുകൊണ്ട് നമ്മൾ ഇലക്ട്രോലൈറ്റിക് റിഡക്ഷനാണ് ഇവിടെ യൂസ് ചെയ്യാം ഫോർ വെരി ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്, ഇപ്പോൾ സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം. അപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ the last step is refining of the metals. അപ്പോൾ നമുക്ക് മെറ്റൽസിനെ കിട്ടി നമുക്ക് അതിനെ ഇനി ചെറുതായിട്ട് ഒരു ഇംപ്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്യും. ദാറ്റ്സ് യൂസിങ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അപ്പോൾ ലിക്വേഷനിൽ നമ്മൾ ലോ മെൽറ്റിംഗ് മെറ്റൽസ്, ഫോർ എക്സാമ്പിൾ ലെഡ്, അതേപോലെ തന്നെ ടിൻ, ഇതൊക്കെ നമ്മൾ ഈ ലിക്വേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇതിലെന്താ പ്രത്യേകത വെച്ചാൽ ഇവിടെ മെറ്റൽസ് ലോ മെൽറ്റിങ്ങും ആവാം, ഇംപ്യൂരിറ്റീസ് ഹൈ മെൽറ്റിങ്ങും ആവും. അപ്പോൾ നമ്മൾ ലിക്വേഷൻ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ലോ ബോയിലിംഗ് പോയിൻറ്റ് മെറ്റൽസ്, ഫോർ എക്സാമ്പിൾ സിങ്ക്, കാഡ്മിയം, മെർക്യുറി, ഇതൊക്കെ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ വേപ്പേഴ്സ് ഫോം ചെയ്യും. നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ ഇസ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇവിടെ നമ്മൾ പ്യുവർ മെറ്റൽ is the negative electrode and the impure one is taken as a positive electrode and then നമ്മളിത് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ചെയ്യും. സോ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇറ്റ്സ് എ എക്സ്ട്രാക്ഷൻ ഓഫ് അയോൺ. അപ്പോൾ അയോണിൻ്റെ മിനറൽസ് എന്ന് പറയാനുള്ള ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയോൺ, പൈറൈറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി മാഗ്നറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലെങ്കിൽ വാഷിംഗ് യൂസ് ചെയ്തിട്ട് ഈ ഹിമറ്റൈറ്റ് എടുക്കുകയെന്ന് വെച്ചാൽ മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലെങ്കിൽ വാഷിംഗ് ചെയ്തിട്ട് നമുക്കതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വൺസ് കോൺസെൻട്രേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റോസ്റ്റിംഗ് ചെയ്തിട്ട് നമ്മൾ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ റോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് സൾഫർ, ആർസനിക്, ഫോസ്ഫറസ് ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റ് ഫേർണസിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഹെമറ്റൈറ്റ് ടു അയോൺ കൺവേർഷന് വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ ബ്ലാസ്റ്റ് ഫേർണസ്. അപ്പോൾ ബ്ലാസ്റ്റ് ഫേർണസിലോട്ട് നമ്മൾ ഹിമറ്റൈറ്റും കോക്കും ലൈമിൻ്റെയും കൂടി ഒരു മിക്സ്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ റേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഓരോ ടെമ്പറേച്ചർ റേഞ്ചിലും ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ നടക്കണം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കാർബൺ. ഓക്കെ, കാർബൺ ആണ് ഇവിടെ റെഡ്യൂസിങ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ കാർബണും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ട് വി ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹീറ്റ് ഇവോൾവ് ആവും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെയും കാർബൺ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടും. ഈ കാർബൺ മോണോക്സൈഡ് Fe2O3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ Fe2O3 റെഡ്യൂസ് ചെയ്തിട്ട് വി ഗെറ്റ് അയോൺ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് റിലീസ്ഡ്. ഇവിടെ നമ്മൾ ഇത് സ്പെഷ്യൽ കേസിന് ദാറ്റ് ഇസ് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ്ഡ് ആയിട്ട് വി ഗെറ്റ് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ പറഞ്ഞ ഹിമറ്റൈറ്റിലൊക്കെ ചില ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും, ഗാങ് എന്ന് പറഞ്ഞ ഇംപ്യൂരിറ്റീസ്. ഇവിടെ ഇറ്റ് ഈസ് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ ഈ സിലിക്കൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാൽഷ്യം കാർബണേറ്റിനെ ആഡ് ചെയ്യും. അപ്പോൾ ഈ കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ഓക്സൈഡായിട്ട് കൺവേർട്ട് ആവും. ഈ കാൽഷ്യം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വി ഗെറ്റ് എ സ്ലാഗ് ദാറ്റ് ഇസ് CaSiO3. ഗാങ് ആസിഡിക് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലക്സ്, അതായത് ഇൻ ദിസ് കേസ് കാൽഷ്യം ഓക്സൈഡ്, അത് ബേസിക് ആവും. ഗാങ് ആസിഡിക് ആണെങ്കിൽ ബേസിക് ഫ്ലക്സ് ആഡ് ചെയ്യും. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ആസിഡിക്, ഗാങ് ബേസിക് ആണെങ്കിൽ നമ്മൾ ആസിഡിക് ഫ്ലക്സ് ആണ് ആഡ് ചെയ്യാം. ഇങ്ങനെ കിട്ടിയിട്ടുള്ള മോൾട്ടൺ അയോണിൽ നമുക്ക് 4% കാർബൺ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മാംഗനീസ്, സിലിക്കൺ, ഇതിൻ്റെയൊക്കെ ചില ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. ആൻഡ് ഈ അയോണിനെ വിളിക്കുന്ന പേരാണ് പിഗ് അയോൺ. നമുക്ക് അയോണിൻ്റെ തന്നെ ഡിഫറെൻറ്റ് അലോയ്സ് ഉണ്ട്. ദാറ്റ് ഈസ് അലോയ്സ് ഓഫ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ട്, അലുമിനിയം ഉണ്ട്, നിക്രോം ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ വ്യത്യാസം എന്താ വെച്ചാൽ ഓരോ എലിമെൻസിനും കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ എമൗണ്ട് കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻറ്റ്സ് അയൺ, ക്രോമിയം, നിക്കൽ ആൻഡ് കാർബൺ. ഇറ്റ്സ് വെരി ഹാർഡ് ആൻഡ് ഇത് മാനുഫാക്ചർ ഓഫ് യൂട്ടൻസിൽസ്, പാർട്സ് ഓഫ് വെഹിക്കിളിലാണ് യൂസ് ചെയ്യുക. അലുമിനിക്കോയിൽ നമുക്ക് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് ആൻഡ് അയൺ ആണുള്ളത്. ഇത് മാഗ്നറ്റിക് ആണ് ആൻഡ് ഇറ്റ്സ് യൂസ് ഫോർ മാനുഫാക്ചറിങ് പെർമനൻറ്റ് മാഗ്നറ്റ്സ്. അടുത്തത് ഇറ്റ്സ് നിക്രോം. നിക്രോമിൽ നമുക്ക് അയൺ, നിക്കൽ, ക്രോമിയം ആൻഡ് കാർബൺ ആണുള്ളത്. ഇത് ഹൈ റെസിസ്റ്റൻസ് ആണ്. ഇറ്റ്സ് യൂസ് ഫോർ മേക്കിംഗ് ഹീറ്റിംഗ് കോയിൽസ്. ദ നെക്സ്റ്റ് വൺ ഇസ് എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം. അപ്പോൾ അലൂമിനിയം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. സോ ഇവിടെ ഓറിറ്റ്സ് ബോക്സൈഡ്. ബോക്സൈഡ് നമ്മൾ ലീച്ചിങ് യൂസ് ചെയ്തിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ബോക്സൈഡ് ഇസ് ഡിസോൾവ്ഡ് ഇൻ ഹോട്ട് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് സോഡിയം അലുമിനേറ്റ് ഫോം ചെയ്യാൻ പറ്റും. ഈ സോഡിയം അലുമിനേറ്റിലോട്ട് നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. പ്രസിപ്പിറ്റേറ്റ് ഇസ് ആഡഡ് ആൻഡ് ഡൈല്യൂട്ടഡ് വിത്ത് വാട്ടർ. അപ്പോൾ നമുക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. സോ പ്രസിപ്പിറ്റേറ്റ് സെപ്പറേറ്റഡ് നമ്മൾ വാഷ് ആൻഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ്ലി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലുമിന, അതായത് Al2O3 ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്കിനി അലുമിന, അതായത് Al2O3 നമുക്ക് അലുമിനിയത്തിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇലക്ട്രോലൈറ്റിക് സെറ്റപ്പ് ഉണ്ടാക്കും.
ഇതിൽ നമ്മൾ അലുമിനിയം ആഡ് ചെയ്യും, പ്ലസ് നമ്മൾ Na3Al_F6 അതായത് ക്രയോലൈറ്റ് ആഡ് ചെയ്യും. ഈ ക്രയോലൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഈ പറഞ്ഞ അലുമിനിയയുടെ മെൽറ്റിംഗ് പോയിൻറ്റ് വെരി ഹൈ ആണ്. അപ്പോൾ ഈ മെൽറ്റിംഗ് പോയിൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ക്രയോലൈറ്റ് ആഡ് ചെയ്യണം. എന്താണ് Na3Al_F6 ഇതാണ് ക്രയോലൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇതിന് പറയുന്ന പേരാണ് ഹോൾ ഹെറോൾഡ് സെറ്റപ്പ് ആണത്. സോ ഇതിൽ നമുക്ക് ആനോഡ് കാർബൺ റോഡും അതേപോലെ തന്നെ കാത്തോഡ് കാർബൺ ലൈനിങ്ങുമാണ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് ഇതൊക്കെയാണ്. Al2O3 അത് ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ട് ടു Al3+ ആൻഡ് O2-. അപ്പോൾ ഈ Al3+ റെഡ്യൂസ്ഡ് ആയി നമുക്ക് അലൂമിനിയം ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഓക്സിജൻ ഇറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ് ടു O2-, ഓക്സിഡൈസ് ടു ഓക്സിജൻ ആൻഡ് 4 ഇലക്ട്രോൺ റിലീസ് ആവും. ആൻഡ് കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് അബൌട്ട് ദി എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം. നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് കമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽ. ഇതിൽ ഫസ്റ്റ് പഠിക്കാനുള്ള കമ്പൗണ്ടാണ് ഇറ്റ് ഈസ് അമോണിയ. നമുക്ക് ആദ്യം അമോണിയയുടെ ചില യൂസസ് നോക്കാം. യൂസസ് ഓഫ് അമോണിയ ആർ ഇറ്റ്സ് യൂസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ എക്സെട്ര. അതേപോലെ തന്നെ ഇറ്റ്സ് യൂസസ് റെഫ്രിജറൻറ്റ് ഇൻ ഐസ് പ്ലാന്റ്സ്, to clean tiles and window panes, and uses laboratory reagent, manufacture of plastic rayon paint. ഇതൊക്കെയാണ് നമ്മുടെ അമോണിയയുടെ യൂസസ്. ഇനി നമ്മൾ അമോണിയ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് അമോണിയ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയാനുള്ളത്, നമ്മൾ ആദ്യം കുറച്ച് അമോണിയം ക്ലോറൈഡ് NH4Cl ഒരു വാഷ് ഗ്ലാസ്സിൽ എടുക്കാം. അതിന് കുറച്ച് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അതായത് CaOH2 ആഡ് ചെയ്യുക. ഇത് നല്ലോണം സ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ then show wet blue and red litmus paper over the wash glass one by one. ഇങ്ങനെ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും a pungent smell. ഈ pungent smell it's because of the formation of ammonia. ഈ അമോണിയ നമ്മൾ ഈ പറഞ്ഞ റെഡ് ലിറ്റ്മസ് പേപ്പറിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ടേൺസ് ബ്ലൂ ബിക്കോസ് അമോണിയ ഇസ് ബേസിക് ഇൻ നേച്ചർ. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ? ഇറ്റ്സ് കളർലെസ്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് പഞ്ചൻറ്റ് സ്മെൽ. നമ്മൾ ആ ഫോർമേഷൻ ഓഫ് അമോണിയയിൽ നോക്കിയതാണ്. അത് നേച്ചർ ഇറ്റ് ഇസ് ബേസിക്, കാരണം അത് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കും. ആൻഡ് ദെൻ ഡെൻസിറ്റി ഇറ്റ് ഇസ് ലെസ് ദാൻ എയർ ആൻഡ് സോളിബിലിറ്റി ഹൈലി സോളിബിൾ ഇൻ വാട്ടർ. ആൻഡ് ഈ ഒരു പ്രോപ്പർട്ടി അതായത് ഹൈലി സോളിബിൾ ഇൻ വാട്ടർ ആ ഒരു പ്രോപ്പർട്ടി കാരണമാണ് നമ്മൾ അമോണിയൻ ടാങ്കേഴ്സ് അതായത് ലീക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യും. കാരണം അമോണിയം വെള്ളം കൂടി റിയാക്ട് ആവുമല്ലോ. ആൻഡ് ബിക്കോസ് അമോണിയ വെള്ളത്തിൽ സോളിബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പ്രെഡ് ബാക്കി ഏരിയാസിലോട്ടുള്ള സ്പ്രെഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ലിക്വിഡ് അമോണിയ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ് ഈസിലി ബൈ അപ്ലൈയിങ് പ്രഷർ. അങ്ങനെ കിട്ടുന്നതാണ് ലിക്വിഫൈഡ് അമോണിയ അഥവാ ലിക്വിഡ് അമോണിയ. എന്നാൽ ലിക്വർ അമോണിയ ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ നമ്മൾ ലിക്വർ അമോണിയ എന്ന് വിളിക്കാം. You can see the reaction. NH4Cl plus CaOH2 gives you CaCl2 plus H2O plus NH3. ഇതാണ് അമോണിയയുടെ ഫോർമേഷൻ്റെ റിയാക്ഷൻ. ഇതാണ് നമ്മുടെ ആ ഒരു സെറ്റപ്പ്. റിയാക്ഷൻ ഓഫ് അമോണിയ ഗോസ് ലൈക്ക് ദിസ്. NH3 പ്ലസ് നമ്മൾ HCl എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ we get dense white fumes. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. ഇതൊരു ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ആവും. ഒരു റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലും ബാക്ക്വേർഡ് ഡയറക്ഷനിലും പോസിബിൾ ആവുന്ന ഒരു റിയാക്ഷൻ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ആ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം? ഇറ്റ്സ് എ സ്റ്റേജ് അറ്റ് വിച്ച് ഫോർവേഡ് റിയാക്ഷൻ്റെയും അതേപോലെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഈക്വൽ ആവണം. ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. ഇവിടെ എമൗണ്ട് ഓഫ് റിയാക്ടൻസും എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റും അല്ല, പകരം റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് അഥവാ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, റേറ്റ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ Le Chatelier പ്രിൻസിപ്പിൾ. When the concentration, pressure or temperature of a system at equilibrium is changed, ആ സിസ്റ്റം അത് മാക്സിമം ആ ചേഞ്ച് നള്ളിഫൈ ചെയ്യാൻ നോക്കും. ഫോർ എക്സാമ്പിൾ ഒരു റിയാക്ഷൻ ലെറ്റ്സ് ടേക്ക് ഫോർ എക്സാമ്പിൾ ഈ റിയാക്ഷൻ്റെ പേരാണ് ഹെയ്വേഴ്സ് പ്രോസസ്സ്. ഇത് അമോണിയ ഇൻഡസ്ട്രിയൽ കേസിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്രോസസ്സിൽ നമ്മൾ ഹൈഡ്രജൻ നമ്മൾ കൂടുതലായിട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഇക്വിലിബ്രിയത്തിലെത്തി, അങ്ങനെ ഈ പ്രോസസ്സിൽ നമ്മൾ ഹൈഡ്രജൻ കൂടുതലായിട്ട് സപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ റിയാക്ഷൻ മാക്സിമം ആ ഒരു ചേഞ്ച് അത് നള്ളിഫൈ ചെയ്യാൻ നോക്കും. അതായത് ഈ പറയുന്ന ഹൈഡ്രജൻ്റെ അളവ് കുറയ്ക്കാൻ നോക്കും. സോ അപ്പോൾ എന്താ ഉണ്ടാവുക? ഫോർവേഡ് ഡയറക്ഷനിലാവും ഈ പ്രോസസ്സ് മൂവ് ചെയ്യുക. സോ ഇറ്റ് ഫോംസ് മോർ അമോണിയ. ഹൈഡ്രജൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ അഥവാ റിയാക്ടൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് ഡിറക്ഷനിലാവും പോവുക.
പക്ഷെ അതേ കേസിൽ നമ്മൾ അമോണിയ കൂടുതലായിട്ട് കൊടുക്കുകയാണെങ്കിലോ ഇറ്റ് മൂവ്സ് ഇൻ ബാക്ക്വേർഡ് ഡിറക്ഷൻ. കാരണം നമുക്ക് ഇത്ര അമോണിയ വേണ്ട. ആ ചേഞ്ച് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബാക്ക്വേർഡ് ഡിറക്ഷനിൽ മൂവ് ചെയ്യും. സോ ഇത് എക്സാമ്പിൾ ഓഫ് ലേ ഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ഇസ് കാറ്റലിസ്റ്റ് ആൻഡ് ഇക്വിലിബ്രിയം. എന്താണ് കാറ്റലിസ്റ്റ്? ഒരു റേറ്റിൻ്റെ അഥവാ ഒരു റിയാക്ഷൻ്റെ അതിൻ്റെ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ പേരാണ് catalyst. So catalyst increases the rate of both forward and backward reaction to the same extent. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വിലിബ്രിയം പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും. അതാണ് കാറ്റലിസ്റ്റിൻ്റെ പ്രോപ്പർട്ടി. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള നോൺ മെറ്റലിക് കമ്പൗണ്ടാണ് സൾഫ്യൂരിക് ആസിഡ് അഥവാ H2SO4. നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ദ പേരാണ് കോൺടാക്ട് പ്രോസസ്. ഇതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാനുള്ളത് സൾഫർ നമ്മൾ ഓക്സിജനായിട്ട് ബേൺ ചെയ്യും. സോ ഇത് സൾഫർ ഡയോക്സൈഡ്. ഈ സൾഫർ ഡയോക്സൈഡ് പിന്നെ നമ്മൾ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എൻ്റെ ഒരു ഇറ്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് V2O5 അഥവാ വെനേഡിയം പെൻടോക്സൈഡ്. അത് കാറ്റലിസ്റ്റ് ആണ്. ഈ വെനേഡിയം പെൻടോക്സൈഡിൻ്റെ പ്രസൻസിൽ നമ്മൾ സൾഫർ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സൾഫർ ട്രയോക്സൈഡ്. ഈ സൾഫർ ട്രയോക്സൈഡിലോട്ട് നമ്മൾ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് കോൺസെൻട്രേറ്റ് ആയ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ H2S2O7 അഥവാ ഒലിയം. ഈ ഒലിയത്തിലോട്ട് നമ്മൾ കുറച്ച് കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ്. ഇതാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. അതിൻ്റെ പേരെന്താണ്? ഇറ്റ്സ് കോൺടാക്ട് പ്രോസസ്. ഇതിലത്തെ കാറ്റലിസ്റ്റ് ആണ് വെനേഡിയം പെൻടോക്സൈഡ്. വാട്ട് ആർ യൂസസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്? ഫസ്റ്റ് യൂസ് എന്ന് പറയാനുള്ളത് ഇറ്റ്സ് യൂസ്ഡ് ഇൻ പെയിൻറ്റ് മാനുഫാക്ചറിങ്, റിഫൈനിങ് ഓഫ് പെട്രോൾ, മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അതേപോലെ തന്നെ ഡീഹൈഡ്രേഷൻ. ഈ സൾഫ്യൂരിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ അത് ഏതൊരു സബ്സ്റ്റൻസിനും ഏതെങ്കിലും ഒരു കമ്പൗണ്ടിൻ്റെ വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു യൂസാണ് ഇറ്റ്സ് യൂസ് എസ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്. മാനുഫാക്ചർ ഓഫ് എക്സ്പ്ലോസീവ്സ്, അതേപോലെ തന്നെ മാനുഫാക്ചർ ഓഫ് അതർ കെമിക്കൽസ് ആൻഡ് മാനുഫാക്ചർ ഓഫ് ഫൈബേഴ്സ്. ലെറ്റ്സ് ലുക്ക് ഇൻടു ദ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഡൈല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇസ് എക്സോതെർമിക്, അതായത് ഇത് ഹീറ്റ് റിലീസ് ചെയ്യും. ദ ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറാണ്. കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് ഹാസ് എ എബിലിറ്റി ടു അബ്സോർബ് chemically combined water or hydrogen and oxygen from substances in the ratio corresponding to that of water. അപ്പോൾ നമ്മൾ C12H22O11 ഇതെടുക്കുകയാണെങ്കിൽ ഇത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഇവിടുന്ന് എലിമിനേറ്റ് ആവും ആൻഡ് യു ഓൺലി ഗെറ്റ് കാർബൺ. ഇറ്റ്സ് ഓൾസോ യൂസ് ആസ് എ ഡ്രൈയിങ് ഏജൻറ്റ് അഥവാ ഡ്രൈയിങ് നേച്ചർ അതിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഡ്രൈയിങ് ഏജൻറ്റ് ആ സബ്സ്റ്റൻസസ് കേബിൾ ഓഫ് അബ്സോർബിങ് ദ മോയ്സ്ചർ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടു ഇവിടെ ഇറ്റ് അബ്സോർബ്സ് അല്ലെങ്കിൽ ഇറ്റ് എലിമിനേറ്റ്സ് വാട്ടറിന്. അപ്പോൾ ഏകദേശം ഈ രണ്ട് പ്രോപ്പർട്ടിയും സിമിലർ ആണ്. ഇവിടെ ഇറ്റ്സ് കേബിൾ ഓഫ് അബ്സോർബിങ് ദ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ എ സബ്സ്റ്റൻസ്. കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് ഈസ് യൂസ്ഡ് ആസ് എ ഡ്രൈയിങ് ഏജൻറ്റ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ, സൾഫർ ഡയോക്സൈഡ് ആൻഡ് HCl. സൾഫ്യൂരിക് ആസിഡിൻ്റെ വേറൊരു റിയാക്ഷനാണ് സോൾട്ടായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സൾഫ്യൂരിക് ആസിഡ് കറസ്പോണ്ടിങ് ഇപ്പോൾ NaCl ആണെങ്കിൽ ഇതിൽ ഹാലോ ആസിഡ് അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡും പ്ലസ് ഒരു സോൾട്ടും ഫോം ചെയ്യും. സോ H2SO4 പ്ലസ് NaCl നമുക്ക് HCl പ്ലസ് NaHSO4 ആവും ഫോം ചെയ്യാം. ഇതിപ്പോൾ H2SO4 പ്ലസ് KNO3 ആണെങ്കിൽ നമുക്ക് HNO3 അഥവാ നൈട്രിക് ആസിഡും KHSO4 ഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇറ്റ്സ് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഫോർ എക്സാമ്പിൾ കാർബൺ പ്ലസ് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യാൻ പറ്റും പ്ലസ് H2O പ്ലസ് SO2. ഇവിടെ നോക്കുകയാണെങ്കിൽ കാർബൺ ഇറ്റ്സ് ഗെറ്റിംഗ് ഓക്സിഡൈസ് ടു ഫോം കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ H2SO4 ഇറ്റ്സ് ഗെറ്റിംഗ് റെഡ്യൂസ് ടു സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ ഇതാണ് ഓക്സിഡൈസിങ് ടെൻഡൻസി ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഇത് വേറൊരു കമ്പൗണ്ടിനെ ഓക്സിഡൈസ് ചെയ്യും. നമ്മളൊരു സൊല്യൂഷനിൽ സൾഫേറ്റ് അയോൺ SO4 ഇത് എങ്ങനെയാണ് ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? സോ നമുക്കൊരു ഇൻഡിക്കേറ്റർ ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് ബേരിയം ക്ലോറൈഡ് അഥവാ ബേരിയം അയോൺസ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ Na2SO4 പ്ലസ് BaCl2 റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ BaSO4 ഫോം ഗെറ്റ്സ് പ്രസിപ്പിറ്റേറ്റഡ്. ഇതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ BaSO4ൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് അതായത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇൻഡിക്കേഷൻ ടെസ്റ്റ് ഫോർ സൾഫേറ്റ് അയോൺ പ്രസൻസ്.
സൾഫ്യൂരിക് ആസിഡിന് ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇറ്റ് ഇസ് കളർലെസ്, ഇറ്റ്സ് ഹൈ വിസ്കോസിറ്റി, highly corrosive, denser than water, and it dissolves in water. നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. ഓർഗാനിക് കമ്പൗണ്ട്സിന് ബേസിക്കലി പറഞ്ഞാൽ കാർബണുള്ള കമ്പൗണ്ട്സ്. അപ്പോൾ എന്തുകൊണ്ട് കാർബൺ ഇത്രയും കുറേ കമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ പറ്റണം? അതിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ദ ഫസ്റ്റ് തിങ് ഇസ് ബാലൻസ് ഓഫ് കാർബൺ. ബാലൻസ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 4. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബണിന് ഒന്നില്ലെങ്കിൽ 4 ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്ത് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ഫോം ചെയ്യാം, അല്ലെങ്കിലോ 4 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യാം. ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് കാറ്റിനേഷൻ അഥവാ സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി. നിങ്ങൾ ലോങ് ചെയിൻ കാർബൺ കമ്പൗണ്ട്സ് കാണുകയാണെങ്കിൽ ഇപ്പോൾ കാർബൺ ഇങ്ങനെ ഓൾമോസ്റ്റ് 18 to 20 കാർബൺസ് വരെ കാണാൻ പറ്റും. അതായത് ഒരു കാർബണിന് വേറെ കുറേ കാർബൺസ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. സോ ഈ സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി നമ്മൾ കാറ്റിനേഷൻ എന്ന് വിളിക്കാം. അത് കാർബണിൻ്റെ കേസിൽ ഇറ്റ്സ് വെരി ഹൈ. ദ തേർഡ് പ്രോപ്പർട്ടി ഈസ് ദാറ്റ് കാർബൺ 2 കാർബൺ തമ്മിൽ നമുക്ക് ഡബിൾ ബോണ്ട് ഫോം ചെയ്യാം, ഒറ്റ ബോണ്ട് ഫോം ചെയ്യാം, അല്ലെങ്കിൽ 3 ബോണ്ട് വരെ ഫോം ചെയ്യാം. ഇത് സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട്സ് ആർ പോസിബിൾ 2 കാർബൺ ആറ്റംസ് തമ്മിൽ. സോ ഈ ചാപ്റ്റർ നമുക്ക് നോക്കാനുള്ളത് ഇറ്റ്സ് അബൌട്ട് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനുള്ള കമ്പൗണ്ട്സ്. ഇത് നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ആൽക്കീൻസ്, ആൽക്കീൻസ് ആൻഡ് നമുക്ക് ആൽക്കൈൻസും ഉണ്ട്. അപ്പം എങ്ങനെ ഈ ആൽക്കൈനായിട്ട് ക്ലാസിഫൈ ചെയ്യണം? ഇറ്റ്സ് ബേസ്ഡ് ഓൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ടാണോ, ട്രിപ്പിൾ ബോണ്ടാണോ, സിംഗിൾ ബോണ്ടാണോ എന്നനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ആൽക്കീൻസിലാണെങ്കിൽ 2 കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ആൽക്കീൻസ് ആർ കോൾഡ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, പക്ഷേ ഈ ആൽക്കീനും ആൽക്കൈനും ദേ ആർ അൺസാച്ചുറേറ്റഡ്. ആൽക്കീൻസിൽ 2 കാർബൺ തമ്മിൽ നിങ്ങൾക്ക് ഡബിൾ ബോണ്ട് കാണാൻ പറ്റും, സി ഡബിൾ ബോണ്ട് സി. ആൽക്കൈനിലാണെങ്കിലോ സി ട്രിപ്പിൾ ബോണ്ട് സി ആവും. അപ്പോൾ ഈ ആൽക്കൈന് ഒരു ജനറൽ ഫോർമുല ഉണ്ട്. ഇപ്പോൾ ആൽക്കീൻ ആണെങ്കിൽ ഇറ്റ് CnH2n+2. സിംപ്ലസ്റ്റ് ആൽക്കീൻ എന്ന് പറയാനുള്ളത് ഇറ്റ് ഈസ് മീഥേൻ CH4. അപ്പോൾ ഈ CH4 നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി പറ്റും. C is 1, അപ്പോൾ ഹൈഡ്രജൻ എത്രയാവും? 2 × 1 + 2, 2 + 2 4. അപ്പോൾ നമുക്ക് ഇതേ ഫോർമുലയാണ് കിട്ടിയത്. ആൽക്കൈനിലും മിനിമം 2 കാർബണെങ്കിലും വേണം. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആൽക്കീൻ ഇറ്റ് ഇസ് ഈഥീൻ ആൻഡ് സിംപ്ലസ്റ്റ് ആൽക്കൈൻ ഇസ് ഈഥൈൻ. സോ കമ്മിങ് ടു നോമൻക്ലേച്ചർ ഓഫ് അൺബ്രാഞ്ച് ആൽക്കീൻ, അതായത് ബ്രാഞ്ചിങ് ഒന്നുമില്ലാത്ത ജസ്റ്റ് ചുമ്മാ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള ആൽക്കീൻസിൻ്റെ കേസിൽ IUPAC നെയിം അഥവാ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വേർഡ് റൂട്ട് +ANE. പക്ഷേ എന്താണ് വേർഡ് റൂട്ട്? ലെറ്റ്സ് ലുക്ക് അറ്റ് ദ വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺസ് നമുക്ക് ചില റൂട്ട് വേർഡ്സ് ഉണ്ട്. ഒറ്റ കാർബൺ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ റൂട്ട് വേർഡ് മെത്ത് എന്നാണ്, METH മെത്ത്. 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രോപ്പ്, അങ്ങനെ C4 ബ്യൂട്ട്, C5 പെൻ, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്ട്, 9 ആണെങ്കിൽ നോൺ, 10 ആണെങ്കിൽ ഡെക്ക്. ഇപ്പോൾ ആൽക്കീൻ അതിൽ ഒറ്റ കാർബണിങ് ഇല്ലെങ്കിൽ നമ്മൾ മെത്ത് +ANE, അപ്പം നമുക്ക് മീത്തേൻ എന്ന വാക്ക് കിട്ടും. ഇപ്പോൾ 8 കാർബണുള്ള ഒരു ആൽക്കീൻ ആണെങ്കിലോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഒക്ട് +ANE, അപ്പോൾ ഒക്ടേൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ആൽക്കീൻസിൻ്റെ നോമൻക്ലേച്ചർ ചെയ്യുക. ഫോർ നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് അഥവാ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടുള്ള ഹൈഡ്രോകാർബൺസ് ആണെങ്കിൽ വേർഡ് റൂട്ട് ആദ്യം എന്തായാലും എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ നോക്കുക. ആൻഡ് ദെൻ ENE അഥവാ YNE. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ ആഡ് ചെയ്യുക, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഈ ഒരു കമ്പൗണ്ടിൽ 1 2 3 4 5 6 6 കാർബൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹെക്സ് കാണാം. ഓക്കെ, ഇതിൽ നമുക്കിനി അടുത്തത് പൊസിഷൻ ഓഫ് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് ഡബിൾ ബോണ്ട് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എത്രയാണ്? 1 2 3 4 5 6. ഇവിടെ ഇങ്ങോട്ട് നെയിം ചെയ്യരുത്, ഇങ്ങനെയല്ല നെയിമിങ് ഉണ്ടാവുക, ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇങ്ങനെയാവും നെയിമിങ്. കാരണം ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഏതൊരു എക്സ്ട്രാ ഉള്ളൊരു സംഭവത്തിന് നമ്മൾ എപ്പോഴും ഏറ്റവും കുറവ് നമ്പർ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പോൾ നമ്മളിവിടെ ഹെക്സ് 2, ഇവിടെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് വി റൈറ്റ് ഈൻ. നമുക്ക് ഹെക്സ് 2 കിട്ടി. അപ്പോൾ ഈ കേസിലോ നമുക്കിവിടെ എന്താ ഉള്ളത്? 4 കാർബൺസ് ഉണ്ട്. അപ്പോൾ 1 2 3 4, സോ വി ക്യാൻ റൈറ്റ് ബ്യൂട്ട് ആൻഡ് ദെൻ
നമ്പറിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കേസിലാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്താലും ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്താലും സെയിം ആണ്. സോ നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാം. 1 2 3 4. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. സോ വി റൈറ്റ് ബ്യൂട്ട് 2 ഹെക്സ് 2 ഉണ്ട്, ബ്യൂട്ട് 2 ഉണ്ട്. പക്ഷേ ഈ ബ്യൂട്ട് 2 പകരം ഇപ്പോൾ ഇവിടെ നമുക്കൊരു ട്രിപ്പിൾ ബോണ്ട് ആയിരുന്നുവെങ്കിലോ, ഇറ്റ് ബിക്കംസ് ബ്യൂട്ട് 2 I. വൈ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ട്. ഇപ്പോൾ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് ബ്യൂട്ട് 2 I ആവും കിട്ടാം. ഇത് ഹെക്സ് 2. നെക്സ്റ്റ് നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച്ഡ് ആൽക്കീൻസ്. എല്ലാം സ്ട്രെയിറ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് ചില ബ്രാഞ്ചിങ്സ് ഉണ്ടാവും. ആ ബ്രാഞ്ചിങ്ങുള്ള ആൽക്കീൻസ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ കേസ് എടുക്കാം. വാട്ട് ഷുഡ് വി ഡു? ആദ്യം പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, ഈ ബ്രാഞ്ച് എത്രാമത്തെ കാർബണിലാണെന്ന് കണ്ടുപിടിക്കാം. അതിൻ്റെ ഒരു ഹൈഫൻ ഇടുക ആൻഡ് ദെൻ നെയിം ഓഫ് ദ റാഡിക്കൽ, വേർഡ് റൂട്ട്, സഫിക്സും. വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്മൾ മെയിൻ പാരൻറ്റ് ചെയിൻ എടുക്കുമ്പോൾ അതിൽ എത്ര കാർബൺ ഉണ്ട്? ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ നെയിം ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് നെയിം ചെയ്യാം. പക്ഷേ ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. ഇപ്പോൾ ബ്രാഞ്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടൊക്കെ ഏറ്റവും കുറവ് നമ്പറാണ് കിട്ടേണ്ട. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നമ്പർ ചെയ്യും. സോ 1 2 3 4. രണ്ടാമത്തെ പൊസിഷനിൽ ഇത് മീത്താൽ ഗ്രൂപ്പാണ്. അപ്പോൾ വീൻ റൈറ്റ് 2 മീത്താൽ ബ്യൂട്ടീൻ. ഈ ഒരു കേസിലാണെങ്കിൽ 1 2 3 4 5 6 7 7 കാർബൺ ആറ്റംസ് ഉണ്ട്. സെക്കൻഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും മീത്താൽ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2,4 ഡൈമീത്താൽ, 2 മീത്താൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഡൈമീത്താൽ ഹെപ്റ്റേൻ. ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് 1 2 3 4. അപ്പോൾ 2,4 ഡൈമീത്താൽ ഹെക്സെയിൻ ആണ് ഇവിടെ. ഈ ഒരു കേസിലാണെങ്കിലോ 1 2 3 4 5 6 7. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ നെയിം ചെയ്തുകൂടാന്ന്. പക്ഷേ ഇങ്ങനെയല്ല, നമുക്കിവിടെ വേറെ ഇങ്ങനൊരു പാരൻറ്റ് ചെയിൻ പോസിബിൾ ആയതുകൊണ്ട് നമ്മൾ ഈ ചെയിൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സോ വി ഗെറ്റ് 1 2 3. തേർഡ് പൊസിഷനിലും 6th പൊസിഷനിലുമാണ് അവിടെ ഡൈമീത്താൽ ഗ്രൂപ്പ് ഉണ്ടാവുക. സോ വി ഗെറ്റ് 3 6 ഡൈമീത്താൽ ഒക്ടേൻ. ടോട്ടൽ 8 കാർബൺ ആറ്റംസ് ഉണ്ട്. സോ ഇറ്റ് ബിക്കംസ് ഒക്ടേൻ. നമ്മൾ ഇത്രയും പഠിച്ചതൊക്കെ സ്ട്രെയിറ്റിനെ പറ്റിയിട്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ സൈക്ലിക് കമ്പൗണ്ട്സ് ആയിട്ട് ഈ കാർബൺ ആറ്റംസ് സെൽഫ് ലിങ്ക് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അലൈസൈക്ലിക് ആൻഡ് അരോമാറ്റിക്. അലൈസൈക്ലിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ചെയിന്, സ്ട്രെയിറ്റ് ചെയിന് ജസ്റ്റ് ഇങ്ങോട്ട് സർക്കിളിക് ആവണം. സോ സിമിലർ ടു ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ്. ഇത് നമ്മുടെ സൈക്ലോപ്രോപ്പീൻ ആണ്. ഇങ്ങനെ നോമൻക്ലേച്ചർ ചെയ്യുക. ആദ്യം തന്നെ സൈക്ലോൺ ഇടുക, കാരണം സൈക്ലിക് ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് എത്ര കാർബൺ ആറ്റം ഉണ്ട് വെച്ചാൽ അതിൻ്റെ ഫോമിൽ പ്രോപ്പീൻ. ഇവിടെ പ്രൊപ്പീൻ ആവാൻ കാരണം 1 2 3 3 കാർബൺ ആറ്റംസ് ഉണ്ട്. സോ വി റൈറ്റ് പ്രൊപ്പീൻ. ഈ ഒരു കേസിൽ ഇറ്റ് സൈക്ലോബ്യൂട്ടീൻ, കാരണം ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. 1 2 3 4. സോ വി റൈറ്റ് സൈക്ലോബ്യൂട്ടീൻ. ആരോമാറ്റിക് കമ്പൗണ്ട്സ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിംഗ് കമ്പൗണ്ട് ആണ്. കാരണം ഇവിടെ ഈ പറയുന്ന കമ്പൗണ്ട്സിന് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ദേ ഹാവ് ദ ഓൺ അരോമ. അതിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ കണ്ടുവരുന്ന അരോമാറ്റിക് കമ്പൗണ്ടാണ് ബെൻസീൻ. നെക്സ്റ്റ് ഇസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ദ പ്രസൻസ് ഓഫ് സർട്ടൈൻ ആറ്റംസ് അല്ലെങ്കിൽ ചില ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്, ഈ ആറ്റംസ് ഒരു കാർബൺ ചെയിനിൽ പ്രസൻറ്റ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ആ കമ്പൗണ്ടിന് കൊടുക്കും. അങ്ങനെയുള്ള ആ ഗ്രൂപ്പ്സിനെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ട്, ഹാലോ ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അതായത് OH ഉണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് ആൽക്കഹോൾസ്. അപ്പോൾ നമുക്ക് ആൽക്കനോൾസ് ഫോം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ CH3OH. ഇത് നമ്മൾ എന്താ വിളിക്കുക? ഇത് നമുക്ക് CH3 എന്ന് പറയുമ്പോൾ മെത്തായി. സോ മെത്ത് മീത്തീൻ അല്ല ശരിക്കും. അപ്പോൾ NE, പക്ഷേ ഈ നമ്മൾ കട്ട് ചെയ്യണു, നമ്മൾ പകരം OL ആഡ് ചെയ്യണു. സോ നമുക്ക് മെത്തനോളിന് പേര് കിട്ടും. നെക്സ്റ്റ് ഇസ് കാർബോക്സിലിക് ആസിഡ്. ഇപ്പോൾ COH ഗ്രൂപ്പാവും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ CH3COOH. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ദിസ് ഈസ് 2 കാർബണാണുള്ളത്. സോ ഇത് ഈത്താനാണ്. ദെൻ വി റൈറ്റ് ഓയിക് ആസിഡ്. സോ വി കോൾ ഇറ്റ് ഈത്തനോയിക് ആസിഡ്. അടുത്ത് ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോറിൻ, ബ്രോമിൻ, അതേപോലെ തന്നെ അയോഡിൻ അല്ലെങ്കിൽ ഫ്ലോറിൻ, ഇതൊക്കെയാണ് ഹാലോ ഗ്രൂപ്പിൽ വരിക. സോ ദ പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ്, അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു കമ്പൗണ്ടിൽ ക്ലോറിൻ എത്രാമത്തെ പൊസിഷനിലാണ്? 1 2 സെക്കൻഡ് പൊസിഷനിലാണ്. സോ വി റൈറ്റ്
2-chloro-propane. കാരണം ഇവിടെ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. സോ ഇത് പ്രൊപ്പീൻ ആണ്. സോ 2-chloro-propane. പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ്, ഇനിമ ഓഫ് ദ ഹാലോ ഗ്രൂപ്പ്, അതായത് ഈ കേസിൽ ക്ലോറിൻ ആണ്. സോ ക്ലോറോ എന്ന് ഇടും. ആൻഡ് ദെൻ ആൽക്കേൻ്റെ പേരും. നെക്സ്റ്റ് ഇസ് ആൽക്കോക്സി ഗ്രൂപ്പ്, അതായത് OR, ആൽക്കോക്സി ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ CH3OCH3. ഈ ഒരു കേസിൽ നമുക്കിത് ഒരു ഗ്രൂപ്പിനെ ആൽക്കോക്സി ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം, ഇതിനെ മെയിൻ ഗ്രൂപ്പായിട്ടും. അപ്പോൾ ഈ ആൽക്കോക്സി ഗ്രൂപ്പ് ഏതാണ്? ആൽക്ക് ഓക്സി. സോ ഇവിടെ മെത്ത് ഓക്സി ആൻഡ് മെയിനോ CH3, മീത്തേൻ. സോ വി റൈറ്റ് മീത്തോക്സി മീത്തേൻ. എന്താണ് ഐസോമേഴ്സ്? ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ കമ്പൗണ്ട്സ് വിത്ത് സെയിം മോളിക്കുലർ ഫോർമുല. പെട്ടെന്ന് നോക്കുമ്പോൾ സെയിം കമ്പൗണ്ടാണ് വിചാരിക്കാം, പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. അതിനെ നമ്മൾ ഐസോമേഴ്സ് എന്ന് വിളിക്കുക. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഐസോമെറിസം. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഐസോമെറിസം ഉണ്ട്. ചെയിൻ ഐസോമെറിസം ഉണ്ട്, ഫങ്ഷണൽ ഐസോമെറിസം ഉണ്ട്, പൊസിഷൻ ഉണ്ട്. നമുക്ക് ആദ്യം ചെയിൻ നോക്കാം. ചെയിൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പൗണ്ട്സ് വിത്ത് സെയിം മോളിക്കുലർ ഫോർമുല, പക്ഷേ അതിൻ്റെ ചെയിൻ സ്ട്രക്ചറിലാവും വ്യത്യാസം ഉണ്ടാവാം. ഇതെന്താണ്? C4H10, ഇതും C4H10. പക്ഷേ ഇതിൻ്റെ ചെയിനോ ഇറ്റ്സ് സ്ട്രെയിറ്റ്, ഇതിൽ ബ്രാഞ്ചസ് ഒന്നുമില്ല, പക്ഷേ ഇതിലോ ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് നെയിം ചെയ്യുന്ന സമയത്ത് ഇത് N ബ്യൂട്ടീനും അഥവാ നോർമൽ ബ്യൂട്ടീനും, ഇത് ആക്ച്വലി 2-methyl propane അല്ല. അപ്പോൾ ഇത് രണ്ടും ചെയിൻ ഐസോമേഴ്സ് ആണ്. കാരണം എന്താ? ഇതിൻ്റെ പാരന്റ് ചെയിനിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസിൽ വ്യത്യാസമുണ്ട്. ദി നെക്സ്റ്റ് വൺ ഇസ് പൊസിഷൻ ഐസോമേഴ്സ്. പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് അത് ഡിഫറെൻ്റ് ആണെങ്കിൽ, രണ്ട് കമ്പൗണ്ടിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഡിഫറെൻ്റ് ആണെങ്കിൽ രണ്ടും പൊസിഷൻ ഐസോമേഴ്സ് ആവും. ഫോർ എക്സാമ്പിൾ C3H2, C3H2. ഇത് രണ്ടും സെയിം മോളിക്കുലർ ഫോമിലാണ്, പക്ഷേ ഇവിടെ ഇറ്റ് ഈസ് പ്രൊപ്പാൻ 1-ol, ഇവിടെ പ്രൊപ്പാൻ 2-ol. കോമൺ ആയിട്ട് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇതിൻ്റെ പേര് എന്താവും? വി ഹാവ് 1, 2, 3, 4, 5. സോ ഇതിൻ്റെ പേര് Pent2-ene. പക്ഷേ ഈ രണ്ട് കമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷേ ഇത് രണ്ടും പൊസിഷണൽ ഐസോമേഴ്സ് ആണോ അതോ ചെയിൻ ഐസോമേഴ്സ് ആണോ? ഇത് രണ്ടും ചെയിൻ ഐസോമേഴ്സ് ആണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇതിൻ്റെ പേര് ഇറ്റ് വിൽ ബി 2-methyl bute2-ene. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ പാരന്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 5 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇവിടെയോ 4 കാർബൺ ആറ്റംസേ ഉള്ളൂ. അപ്പോൾ പാരന്റ് ചെയിൻ, അതായത് മെയിൻ ചെയിനിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഡിഫറെൻ്റ് ആണെങ്കിൽ അത് ചെയിൻ ഐസോമേഴ്സ് ആണ്. അപ്പോൾ അടുത്തുള്ള ഐസോമേഴ്സ് ആണ് ഫങ്ഷണൽ ഐസോമേഴ്സ്. ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫങ്ഷണൽ ഗ്രൂപ്പാവും വ്യത്യാസം ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ആൽക്കഹോളും ഈഥറും, ആൽക്കോക്സി ആൽക്കീൻ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതും C2H6O, C2H6O. പക്ഷെ ഇവിടെ എന്താണ്? ഇത് ആക്ച്വലി ഈഥനോൾ ആണ്. പക്ഷേ ഇതോ ദിസ് ഇസ് മീത്തോക്സി മീത്തീൻ. ഇത് ആൽക്കഹോളാണ്, ഇത് ഈഥറാണ്. ഇത് രണ്ടും ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. ഇതുപോലെയാണ് ആൽഡിഹൈഡും കീറ്റോണും. അങ്ങനെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ SSLC കെമിസ്ട്രിയിലത്തെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കമ്പൗണ്ട്സ്. ഓർഗാനിക് കമ്പൗണ്ട്സ് നമുക്ക് ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് പോസിബിൾ ആണ്. അതിലത്തെ ഫസ്റ്റ് റിയാക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ആറ്റമിനെ വേറൊരു ആറ്റമായിട്ട് നമ്മൾ റിപ്ലേസ് ചെയ്യാം. So reactions in which an atom or a group of atoms in a compound is replaced by another atom or a group. ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ക്ലോറിനേഷൻ. ഇൻ ദിസ് കേസ് മീത്തേൻ CH4, അതിൽ നമ്മൾ Cl2 എന്താണ് Cl2 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലോറോമീത്തേൻ പ്ലസ് HCl ഫോം ആവും. സോ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലോറിൻ ആണ് ഇവിടെ റിപ്ലേസ് ആയിട്ടുള്ളത്. സോ നമുക്ക് എന്താ കിട്ടിയത്? ക്ലോറോമീത്തേൻ. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒരു ആറ്റമിനെ വേറൊരു ആറ്റം റിപ്ലേസ് ചെയ്യണം. ദ നെക്സ്റ്റ് റിയാക്ഷൻ ഇസ് അഡീഷൻ റിയാക്ഷൻ. ഇത് മെയിനായിട്ട് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കമ്പൗണ്ട്സിലാണ് കാണുക. കാരണം അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കമ്പൗണ്ട്സിൽ എന്താ നമുക്ക് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ വേറൊരു ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെ ഈ ബോണ്ടിൻ്റെ സ്ഥലത്തേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ അഡീഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. So reactions in which unsaturated organic compounds with double bond അല്ലെങ്കിൽ triple bond react with other molecules to form saturated compounds. ഇതിനാണ് അഡീഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. അതിൻ്റെ ഏറ്റവും ഫേമസ് എക്സാമ്പിളാണ് ഹൈഡ്രോജനേഷൻ. ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്യാണ്. പക്ഷേ ഈ റിയാക്ഷൻ സിംപ്ലി നടക്കില്ല. ഇവിടെ നമ്മൾ പലേഡിയം അല്ലെങ്കിൽ നിക്കലൊക്കെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. ഇതെന്താണ്? ദിസ് ഇസ് ഈഥീൻ.
ഈ ഈത്തീനിലോട്ട് നമ്മൾ ഹൈഡ്രജനേഷൻ ചെയ്യുമ്പോൾ അഥവാ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഫോം ചെയ്യുന്നത് ഇറ്റ്സ് ഈത്തീൻ വിച്ച് ഇസ് സാച്ചുറേറ്റഡ്. അപ്പോൾ നമുക്ക് ആൽക്കീനെ നമ്മൾ ആൽക്കെയിനായിട്ട് കൺവേർട്ട് ചെയ്തു. ഇതുപോലെ നമുക്ക് ആൽക്കൈനെ ആൽക്കീനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് ദ അഡീഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് റിയാക്ഷൻ ഇസ് പോളിമറൈസേഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ അഡീഷൻ റിയാക്ഷനിൽ എന്താ കണ്ടത്, ഒരു പെർട്ടിക്കുലർ ഡബിൾ ബോണ്ട് സ്ഥലത്തേക്ക് നമ്മൾ വേറെ 2 ആറ്റംസിനെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ അഡീഷൻ നടത്തിക്കൊണ്ടേയിട്ട് നമുക്ക് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടില്ലേ. സോ ഇറ്റ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു അപ്രോപ്രിയേറ്റ് കണ്ടീഷനിൽ കമ്പൈൻ ചെയ്തിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന ആ പ്രോസസ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് വിളിക്കാം. സോ ദീസ് മോളിക്യൂൾസ്, അതായത് ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള കോംപ്ലക്സ് മോളിക്യൂൾസിൻ്റെ പേരാണ് പോളിമേഴ്സ്. ഈ പ്ലാസ്റ്റിക് ഒക്കെ ഒരു പോളിമറാണ്. ഈ പോളിമേഴ്സിലുള്ള സിമ്പിൾ മോളിക്യൂൾസ്, ഏത് സിമ്പിൾ മോളിക്യൂൾസ് ജോയിൻ ചെയ്തിട്ടാണോ ഈ പോളിമർ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് മോണോമർ. നമുക്ക് കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോളിമേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഈത്തീൻ. ഓക്കെ, ഇനി നമ്മൾ കുറേ ഈത്തീൻ മോളിക്യൂൾസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈത്തീൻ പ്ലസ് ഈത്തീൻ ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ വി ഗെറ്റ് പോളി ഈത്തീൻ അഥവാ പോളിത്തീൻ. പോളിത്തീൻ എന്ന് പറഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കമ്പൗണ്ട് ഇസ് ആക്ച്വലി ഒരു പോളിമറാണ്. എന്തിൻ്റെ പോളിമറാണ്? ഈത്തീൻ മോളിക്യൂൾസിൻ്റെ പോളിമറാണ് പോളിത്തീൻ. ഇതുപോലെ തന്നെ നമുക്ക് ടെഫ്ലോൺ ഉണ്ട്, PVC ഉണ്ട്, ഇതൊക്കെ പോളിമേഴ്സാണ്. കമ്പഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ്. അപ്പോൾ എന്താണ് കമ്പഷൻ? കമ്പഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കമ്പൗണ്ട്, ഇപ്പോൾ കാർബൺ ആണെങ്കിൽ കാർബൺ കമ്പൗണ്ട്സ് ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുന്ന സമയത്ത് അത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും റിലീസ് ചെയ്യും. പ്ലസ് ഇത് എനർജി ഈൽഡിങ് പ്രോസസ്സാണ്, അതായത് ഇതിൽ എനർജി അഥവാ ഹീറ്റ് റിലീസ്ഡ് ആവും. സോ ഇറ്റ്സ് എക്സോതെർമിക് പ്രോസസ്സ്. ഈ പ്രോസസ്സ് നമ്മൾ കമ്പഷൻ എന്ന് വിളിക്കാം. സോ വാട്ട് ഇസ് കമ്പഷൻ? ഹൈഡ്രോകാർബൺസ് ബേൺ, ദേ കമ്പൈൻ വിത്ത് ഓക്സിജൻ in the air to form carbon dioxide and water. Along with it, heatum lightum released ആവും. ഇതിനാണ് നമ്മൾ കമ്പഷൻ എന്ന് വിളിക്കുക. The next one is thermal cracking. Thermal cracking. Cracking എന്ന് പറയുന്നത് പൊട്ടിക്കുക. Thermal എന്ന് പറയുമ്പോൾ ചൂട് കൊടുക്കുക. അപ്പോൾ ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വലിയ വലിയ മോളിക്കുലർ മാസുള്ള കമ്പൗണ്ട്സിനെ കുഞ്ഞു കുഞ്ഞു കമ്പൗണ്ട്സ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രോസസ്സ് നമ്മൾ thermal cracking എന്ന് വിളിക്കുക. So some hydrocarbons with high molecular mass when heated in the absence of air they undergo decomposition to form hydrocarbons with lower molecular mass. ഇതിനെ നമ്മൾ തെർമൽ ക്രാക്കിംഗ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഒക്ടേനിൽ എത്ര കാർബൺ ഉണ്ട്? Ca 8 കാർബൺ. ഇത് നമുക്ക് 5 കാർബണും അതേപോലെ തന്നെ 3 കാർബണും ഉള്ള കമ്പൗണ്ട്സ് ആയിട്ട് നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ തെർമൽ ക്രാക്കിംഗ് എന്ന് വിളിക്കാം. നമുക്ക് അടുത്ത ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഓർഗാനിക് കമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് മെത്തനോൾ. മെത്തനോളിൻ്റെ ഫോമുല എന്താണ്? CH3OH. അപ്പോൾ ഈ മെത്തനോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യൂസ്ഡ് ആസ് എ സോൾവെൻറ്റ്. ഈ പറയുന്ന പെയിൻറ്റും ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കെമിക്കൽ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സബ്സ്റ്റൻസ് ആണ് മെത്തനോൾ. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ഇത് ഇൻഡസ്ട്രിയൽ പ്രിപ്പയർ ചെയ്യുക? കാർബൺ മോണോക്സൈഡ് നമ്മൾ ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് മെത്തനോൾ. ബട്ട് ദിസ് ഇസ് വെരി പോയ്സണസ് സബ്സ്റ്റൻസ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പൗണ്ടാണ് എത്തനോൾ. സോ എത്തനോളിൻ്റെ ഫോർമേഷൻ ഇൻഡസ്ട്രിയലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ്സ് സീ എങ്ങനെയാണെന്ന്. മോളസിസ് ഇസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഷുഗർ ഇൻ മദർ ലിക്കർ. ഇറ്റ് ഈസ് ഡൈല്യൂട്ടഡ്. അപ്പോൾ എന്താണ് മോളസിസ്? മോളസിസ് എന്ന് പറയുമ്പോൾ ഷുഗറിൻ്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്. സോ എത്തനോൾ ഇസ് മാനുഫാക്ചർഡ് ബൈ ഫെർമെൻറ്റിംഗ് ഡൈല്യൂട്ടഡ് മോളസിസ്. ഈ മോളസിനെ ഫെർമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഫെർമെൻറ്റേഷൻ ഈസ്റ്റിൽ നടക്കുന്ന സമയത്ത് വി ഗെറ്റ് എത്തനോൾ. പക്ഷേ ഇതിനെ യൂസ് ചെയ്യുന്ന എൻസൈം ഉണ്ട് സൈമീസ്. സോ ഫസ്റ്റ് നമ്മൾ സുക്രോസ്, ഓക്കെ, C12H2O11 അത് ഇൻവേർട്ടേസ് എൻസൈം യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് പിന്നെ സൈമീസിൻ്റെ പ്രസൻസിൽ ഈസ്റ്റ് ഇതിനെ ഫെർമെൻറ്റ് ചെയ്തിട്ട് എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് ഫോം ചെയ്യും. സോ എത്തനോൾ ദസ് ഒബ്റ്റെയിൻഡ് വിൽ ഹാവ് അബൌട്ട് 8 to 10% സ്ട്രോങ്. ഇതിൻ്റെ വേറൊരു പേരാണ് വാഷ്. സോ ദിസ് സബ്ജക്റ്റഡ് ടു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ടു ഗെറ്റ് 95.6% സ്ട്രോങ് എത്തനോൾ. അതായത് നമ്മൾ ആദ്യം കിട്ടുന്ന എത്തനോൾ അത്ര സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ്, ആൽക്കഹോളിക് കണ്ടൻറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്തിട്ട് 95.6% സ്ട്രെങ്ത്തുള്ള എത്തനോളിക് സൊല്യൂഷനായിട്ട് ഫോം ചെയ്യും. ഇതിൻ്റെ വേറൊരു പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അപ്പോൾ ഇത് ബിവറേജിലൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത്
കൺസംഷന് അൺഫിറ്റ് ആക്കും. അതെങ്ങനെ ചെയ്യുക? പോയ്സണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ കോപ്പർ സൾഫേറ്റ്, അത് കളറിലുള്ളൊരു കമ്പൗണ്ടാണ്. കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറാണ്. അതേപോലെ തന്നെ പിരിഡിൻ, അങ്ങനെ കുറേ കമ്പൗണ്ട്സ് ആഡ് ചെയ്തിട്ട് ഈ പറയുന്ന എത്തനോളിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത വിധം അൺഫിറ്റ് ആക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡീനേച്ചറേഷൻ ഓഫ് ആൽക്കഹോൾ. അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് ഡീനേച്ചർഡ് സ്പിരിറ്റ് എന്നാണ്. 99.5% ethanol is known as absolute alcohol. അപ്പോൾ മിക്സ്ചർ ഓഫ് ആബ്സൊല്യൂട്ട് ആൽക്കഹോൾ ആൻഡ് പെട്രോൾ, അതിന് വിളിക്കുന്ന പേരാണ് പവർ ആൽക്കഹോൾ. ഇത് നമ്മൾ ഓട്ടോമൊബൈൽ, കാർ, ബൈക്ക് ഇതിലൊക്കെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും. അടുത്തായിട്ട് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ കമ്പൗണ്ടാണ് എത്തനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡ്, CH3COOH. ഇതെങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക? മെത്തനോള് കാർബൺ മോണോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് എത്തനോയിക് ആസിഡ്. ഇറ്റ്സ് ഓൾസോ പ്രിപ്പയർഡ് ബൈ ഫെർമെൻറ്റേഷൻ ഓഫ് എത്തനോൾ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ യൂസിങ് ദ ബാക്ടീരിയ അസിറ്റോബാക്ടർ. അസിറ്റോബാക്ടർ പറഞ്ഞ ബാക്ടീരിയ ഇസ് യൂസ് ടു പ്രൊഡ്യൂസ് ഇത് നമ്മുടെ എത്തനോയിക് ആസിഡ്. അപ്പോൾ എന്തൊക്കെയാണ് എത്തനോയിക് ആസിഡിൻ്റെ യൂസസ്? ഇറ്റ്സ് യൂസ്ഡ് ഇൻ മേക്കിംഗ് റയോൺ. റയോൺ എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ടെക്സ്റ്റൈൽ ആണല്ലോ, അതുണ്ടാക്കാനും അതേപോലത്തെ റബ്ബർ, സിൽക്ക് ഇൻഡസ്ട്രി ആൻഡ് ദെൻ വിനെഗർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിനെഗർ ഇസ് ആക്ച്വലി വെരി വീക്ക് ethanoic acid. Next we have ester. എന്താ ester? Ester is obtained by reaction between alcohols and carboxylic acid. Esters having pleasant smell of fruits and flowers. നല്ല സ്മെല്ലാവും എസ്റ്റേഴ്സിന് ഉണ്ടാവാം. So oil and fats are actually esters formed by the reaction between glycerol with fatty acids. ഫാറ്റി ആസിഡ്സിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? പാമറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഇതൊക്കെയാണ് ഫാറ്റി ആസിഡ്സ്. അത് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്സ് നമ്മൾ ഫാറ്റി ആസിഡ്സ് എന്ന് വിളിക്കും. ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും കൂടി റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓയിലും ഫാറ്റും ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. ഇപ്പോൾ എത്തനോയിക് ആസിഡ് ഇഥനോളായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈഥൈൽ ഇഥനോവേറ്റ്, ഇതൊരു എസ്റ്ററാണ്, ഇത് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈഥൈൽ എഥനോവേറ്റിൻ്റെ ഫോമിൽ എഴുതുമ്പോൾ എത്തനോൾ അതായത് ആൽക്കഹോളിന് ഹൈഡ്രജനും ഈ എത്തനോയിക് ആസിഡ് OH ആണ് പോവുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമ്മൾ ഇത്രയും പാർട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് CH3COOCH2CH3 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എസ്റ്ററിൻ്റെ ഫോമിൽ എഴുതുക. നെക്സ്റ്റ് ഇസ് അരോമാറ്റിക് കമ്പൗണ്ട്സ്. അരോമാറ്റിക് കമ്പൗണ്ടിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ബെൻസീൻ. ഓൾ അരോമാറ്റിക് കമ്പൗണ്ട്സ് ഹാവ് റിംഗ് സ്ട്രക്ചർ. ഇപ്പോൾ ബെൻസീൻ ആണെങ്കിലോ ഇതാണ് ബെൻസീൻ്റെ സ്ട്രക്ചർ. ദർ ആർ ഡബിൾ ബോണ്ട്സ് ബിറ്റ്വീൻ ഓൾട്ടർനേറ്റ് കാർബൺ ആറ്റംസ്. അപ്പോൾ നിങ്ങൾ ഈ ബെൻസീൻ്റെ സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് ഈ രണ്ട് കാർബൺ ആറ്റംസ് തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇനി ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവും, ഇവിടെയും ഡബിൾ ബോണ്ട് ആവും. ഇതാണ് നമ്മുടെ ബെൻസീൻ. നെക്സ്റ്റ് ഇസ് സോപ്പ്. എന്താണ് സോപ്പ്? സോപ്പ് ഇസ് എ സോൾട്ട് ഫോം വെൻ ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് റിയാക്ട് വിത്ത് ആൽക്കലീസ്. ആൽക്കലീസ് എന്ന് പറയുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെയാണ് ആൽക്കലീസ്, അതായത് ബേസസ്. ഓക്കെ. ഗ്ലിസറോൾ ഇസ് എ ബൈ പ്രൊഡക്റ്റ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സോപ്പ്. അതായത് സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കമ്പൗണ്ടാണ് ഗ്ലിസറോൾ. അപ്പോൾ സോപ്പ് ഹാസ് എൻ ഓയിൽ സോല്യൂബിൾ നോൺ പോളാർ ആൻഡ് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള, അതായത് വെള്ളത്തിന് ഇഷ്ടമല്ലാത്ത, ഓയിൽ ഇഷ്ടമുള്ള ഒരു നോൺ പോളാർ എൻഡും അതേപോലെ തന്നെ വെള്ളത്തിൽ സോള്യൂബിൾ ആയിട്ടുള്ള ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു പോളാർ എൻഡും സോപ്പിലുണ്ടാവും. അപ്പോൾ ഹൈഡ്രോ കാർബൺ പാർട്ട്, അതായത് ഇപ്പോൾ ഈ C2H5 ഈ കാർബൺ ആ പാർട്ട് അത് നോൺ പോളർ ഉണ്ടാവും. പക്ഷേ സോപ്പ് ഇസ് എ സോൾട്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സോൾട്ട് പറയുമ്പോൾ എന്താ, ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ഈ സോപ്പിൻ്റെ ഒരു പാർട്ടല്ല. അപ്പോൾ ഇതിൻ്റെ അയോണിക് പാർട്ട്, അതായത് സോഡിയോ പൊട്ടാഷ്യോ, അതൊക്കെ പോളാർ എൻഡാണ്. അതായത് ഇത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. അങ്ങനെ സോപ്പ് ഈ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡേർട്ട് അല്ലെങ്കിൽ ചളി ഉണ്ടെങ്കിൽ നമുക്കത് സോപ്പ് യൂസ് ചെയ്തിട്ട് കളയാൻ പറ്റും. സോ സോപ്പ് ഡിക്രീസസ് സർഫേസ് ടെൻഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. സോപ്പ് സർഫേസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് വി ഹാവ് ഡിറ്റർജൻസ്. അപ്പോൾ ഡിറ്റർജൻസും ആക്ച്വലി സോപ്പിൻ്റെ ഏകദേശമൊക്കെ സിമിലർ ആണ്. ദി ഹാവ് ഓയിൽ സോളിബിൾ നോൺ പോളർ ആൻഡ് അതേപോലെ തന്നെ വാട്ടർ സോളിബിൾ പോളർ ആൻഡും. പക്ഷേ detergents are made from hydrocarbon obtained from coal and petroleum. So most detergents are actually salt of sulfonic acid. അവിടെ ഫാറ്റി ആസിഡ്സ് അതേപോലെ തന്നെ ഓയിലും ഫാറ്റും ഒക്കെ ആയിരുന്നെങ്കിൽ
ഇവിടെ നമുക്ക് സൾഫോണിക് ആസിഡിൻ്റെ സോൾട്ടാണ് ഈ പറയുന്ന ഡിറ്റർജൻസ്. സോ സോപ്പ് ഡസ് നോട്ട് ലാദർ വെൽ ഇൻ ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത് കാൽഷ്യം മാഗ്നീഷ്യം അയോൺസ് ഒക്കെ ഉള്ള വാട്ടറാണ് ഹാർഡ് വാട്ടർ. അപ്പോൾ ഹാർഡ് വാട്ടർ നമ്മൾ സോപ്പ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ചളി കളയാൻ നോക്കിക്കഴിഞ്ഞാൽ ലാദർ ഫോം ചെയ്യില്ല, പത വരില്ല. അപ്പോൾ നമ്മൾ എന്താ ആൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യുക? ഡിറ്റർജൻസ്. കാരണം ഡിറ്റർജൻസ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആണ് സോപ്പിനെക്കാട്ടും. അപ്പോൾ നമുക്ക് ഹാർഡ് വാട്ടറിൽ പോലും നമുക്ക് ഡിറ്റർജൻസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജൻറ്റ് അത് എൻവയറമെൻറ്റൽ പൊല്യൂഷൻ കോസ് ചെയ്യും. മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ വാട്ടർ അതിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഡിറ്റർജൻസിലത്തെ കോമ്പണൻസിനെ മൈക്രോ ഓർഗാനിസത്തിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല, അത് ബയോഡിഗ്രേഡബിൾ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിങ്ങനെ അക്യുമുലേറ്റ് ആയി എൻവയറമെൻറ്റൽ പ്രോബ്ലംസ് കോസ് ചെയ്യും. സോ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇസ് ഡ്യൂ ടു ഡിസോൾവ്ഡ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം salts. These salts react with soap to form insoluble compound resulting in decrease of lather. But detergents do not give insoluble compounds on reaction with these salts. അതായത് ഈ സോപ്പ് ഹാർഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാൽഷ്യം മാഗ്നീഷ്യം സോൾട്സ് ഒക്കെ സോപ്പായിട്ട് റിയാക്ട് ചെയ്തിട്ട് സ്കം പ്രൊഡ്യൂസ് ചെയ്യും, ഇൻസോളിബിൾ ആയിട്ടുള്ള സ്കം. അപ്പോൾ ഈ സ്കം ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചളി കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹാർഡ് വാട്ടറിൽ സോപ്പ് യൂസ് ചെയ്യില്ലേ, പകരം നമ്മൾ എന്താ യൂസ് ചെയ്യുക? Detergents. So this is about the chapter chemical reactions of organic compounds. Exactly.